ഫ്രണ്ട്സ്, അപ്പോൾ ടി വി എസ് എൻടോർക്ക് 150 എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണിത്. കാരണം ഞാൻ 2 മാസം മുന്നെയാണ് ഈ വണ്ടി എടുത്തത്. അങ്ങനെ ഈ 2 മാസത്തെ കാലയളവിൽ 1500 കിലോമീറ്ററോളം ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വണ്ടിയെക്കുറിച്ച് വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, അത് ഓയിൽ ചേഞ്ച് മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ തേർഡ് സർവീസ് വരെ ഫ്രീ ആണ്. ഫസ്റ്റ് സർവീസ് ഏകദേശം 2 മാസം അതല്ല 750 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് അത് നിങ്ങൾ ചെയ്യണം. ഏതാണോ ഫസ്റ്റ് ആവുന്നത് ആ ഒരു സമയത്ത് അവരെ ബുക്ക് ചെയ്തിട്ട് നിങ്ങളത് വണ്ടി ഫസ്റ്റ് സർവീസ് ചെയ്യേണ്ടതാണ്. അത് തന്നെ ഈ ഒരു വണ്ടി എനിക്ക് ഇഷ്ടപ്പെടാനുണ്ടായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് ഇതിൻ്റെ ആ ഒരു സ്പോർട്ടി ലുക്ക് തന്നെയാണ്. പിന്നെ അതിൽ വരുന്ന ആ ഒരു പ്രൊജക്ടർ LED ലൈറ്റും കൂടിയുണ്ട്. അതൊക്കെ ഇതിൽ വരുമ്പോൾ ഭയങ്കര ലുക്ക് തോന്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് മഡ്ഗാർഡ് ഒരു സ്പോർട്ടി ലുക്ക് തോന്നിക്കുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിലെ ആ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ ആ ഒരു രീതി, ആ ഒരു ഷേപ്പ്, അതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഇൻഡിക്കേറ്റർ, ബാക്ക് സൈഡിലുള്ള ആ ഒരു ഇൻഡിക്കേറ്റർ LED ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാർ. കാരണം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, ഏകദേശം ബൈക്കാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി തന്നെയാണ് ഇത് കാണാനൊക്കെ. അതുപോലെ തന്നെ അതിൻ്റെ ഓരോ സ്വിച്ച് കാര്യങ്ങൾ. ഇതിപ്പം ഞാൻ എടുത്തിട്ടുള്ളത് TFT ഡിസ്പ്ലേ വരുന്ന സെക്കൻഡ് വേരിയൻ്റാണ്. കാരണം ഇത് 2 ഓപ്ഷനേ വരുന്നുള്ളൂ, ഒന്ന് TFT ഒന്ന് സാധ്യവും TFT ആയിട്ട് വ്യത്യാസം വരുന്നത് ഏകദേശം 10,000 രൂപേൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ. വേറൊന്നും മാറ്റമൊന്നുമില്ല. ഈ ഒരു TFT ഡിസ്പ്ലേ മാത്രമേ അതിൽ ഡിഫറൻറ്റ് വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു സൈഡിലുള്ള ഈ ഒരു സ്വിച്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്, അത്ര തന്നെ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വണ്ടിയിൽ നിന്ന് വരുന്ന ആ ഒരു ബാസ് സൗണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും വണ്ടിയുടെ സൗണ്ടൊക്കെ ശബ്ദമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആ ബാസ് സൗണ്ട് തന്നെ രസമാണ്. കാരണം പഴയ TVS എൻടോർക്കിൻ്റെ ആ സൗണ്ട് തന്നെയാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെയും നല്ല സൗണ്ട് ഉണ്ട്. പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മൾ ഹാൻഡിൽ ബാർ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ബൈക്കിൻ്റെ ആ ഒരു ഫീൽ കിട്ടുന്നത് ശരിക്കും ബൈക്ക് തന്നെയാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഡ്രൈവ് ചെയ്യുന്നേരം നമുക്ക് തോന്നിപ്പോവാൻ. അതുപോലെ തന്നെ പിന്നെയുള്ള ഒരു കാര്യം തന്നെയാണ്, നമ്മൾ വണ്ടി പട്ടതിൽ കുറച്ച് പവർ കുറച്ച് കൂടുതലുള്ള വണ്ടിയാണ്. നമ്മൾ മറ്റുള്ള വണ്ടി എടുക്കുന്ന പോലെ പെട്ടെന്ന് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിറകിലൊരാളൊക്കെ ഇരുന്നാണെങ്കിൽ പിറകോട്ട് പോകുന്നൊരു ഫീൽ ഉണ്ടാകുന്നുണ്ട് നല്ല രീതിയിൽ. അതൊന്ന് ശ്രദ്ധിക്കുക. പക്ഷെ നല്ല വണ്ടി, നല്ല ടോർക്കൊക്കെ ഉള്ള വണ്ടിയാണ്. നല്ല രസമാണ് വണ്ടി ഓടിക്കാൻ. നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കാൻ വണ്ടി നമ്മളെയും കൊണ്ട് പറക്കുകയാണ്. നല്ല രീതിയിൽ ഡ്രൈവിംഗ് കംഫർട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിറകിലൊരാളെ ഇരുത്തുന്ന സമയത്ത് കൂടി നമുക്ക് അത്യാവശ്യം കുന്നൊക്കെ കയറി പോകുന്ന സമയത്തൊക്കെ നല്ല അടിപൊളിയാണ്. ചില വണ്ടിയൊക്കെ കയറിപ്പോകുന്ന സമയത്ത് ഒരു കയറാത്തൊരു ഫീല് തോന്നാറുണ്ട്. ചെറിയ രീതിയിൽ നല്ല കുന്നൊക്കെയാണ്. ഇത് അങ്ങനത്തെയുള്ള യാതൊരു പ്രശ്നമില്ല. അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് വളമൊക്കെ വരുന്ന സമയത്തൊക്കെ നല്ല കൺട്രോൾ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചില വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ഒരു ബാലൻസ് കിട്ടാത്ത പോലെയൊക്കെ ഫീല് തോന്നാറുണ്ട്. അങ്ങനെയല്ല ഞാൻ പറയാം. അതുപോലെ തന്നെ നല്ല ട്രാക്ഷൻ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു കുഴിയോ കുണ്ടൊക്കെ കാണുന്ന സമയത്ത്, ചെറിയ രീതിയിൽ കുഴിയോ കുണ്ടൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ്. നല്ല രീതിയിൽ കംഫേർട്ട് കിട്ടുന്നുണ്ട് കുണ്ടും കുഴിയിലൊക്കെ പോകുന്ന സമയത്ത്. അതേപോലെ തന്നെ ABS ഉണ്ട്, ഫ്രണ്ട് ABS ആണ്, ബാക്കില്ല. പിന്നെ ടാർ ചെയ്ത റോഡായിരിക്കും, പക്ഷേ അതൊരു ലെവൽ ഉണ്ടാവില്ല. കാരണം കുഴിയും കൊണ്ടൊന്നല്ല, ഒരു ലെവലില്ലാത്ത റോഡ്. അതിൽ പോകുന്ന സമയത്ത് എനിക്കൊരു ഹാൻഡിൽ ബാർ കിട്ടുന്ന ഒരു പുഷ് പോലെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ റോഡിൽ ആ ഒരു സ്പീഡിൽ അനുയോജ്യമായ രീതിയിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം. വേറെ വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ ഈ ഒരു വണ്ടി ആ ഒരു റോഡിൽ പോകുന്ന സമയത്ത് എനിക്ക് ചെറിയ രീതിയിൽ ഹാൻഡിൽ ബാർ ഒരു ലെവൽ കിട്ടാത്തത്, അതായത് സസ്പെൻഷൻ്റെ രീതിയിൽ ഒരു അടി വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വണ്ടി സ്ലോ ആക്കിയിട്ട് പോയത്, അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്കതൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു വലിയ വണ്ടിയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന സമയത്ത്, നമുക്ക് വേറെ വണ്ടിയൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് ഒരു ഓവർടേക്ക് ചെയ്യാനൊരു പേടിയായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് അടിപൊളിയായിട്ട് നമ്മൾ പെട്ടെന്ന് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നമ്മളെയും കൊണ്ട് കുടിച്ച് പായുന്ന രീതിയിലാണ് വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് എനിക്ക് തോന്നിയില്ല. ഹൈവേയിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത്, മറ്റുള്ള വാഹനങ്ങളൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് കംഫർട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പതുക്കെ പോകാൻ തോന്നില്ല. ഏകദേശം ചെറുങ്ങനെ തന്നെ നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മളെയും കൊണ്ട് കുടിച്ച് ഓടുന്നത്. അത് വിചാരിച്ചിട്ട് നമ്മൾ സ്പീഡിൽ പോകണമെന്നല്ല ഞാൻ പറയുന്നത്, ഇതിൻ്റെ പെർഫോമൻസ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എനിക്ക് നല്ല രീതിയിൽ നല്ലൊരു ഫീൽ തോന്നിയിട്ടുണ്ട് ഈ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഓടിക്കും. കാരണം എന്ന് വെച്ചാൽ അത്രക്കും നമുക്ക് വണ്ടി വീണ്ടും വീണ്ടും ഓടിക്കാൻ തോന്നുന്നൊരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. സാധാരണ ഒരു സ്കൂട്ടർ ടൈപ്പ് ആയിട്ട് എനിക്ക് തോന്നില്ല, ഒരു സ്പോർട്ടി കാറ്റഗറിയിൽപ്പെട്ട ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ റോഡ് പ്രസൻസ്, നല്ല രീതിയിൽ റോഡ് പ്രസൻസ് ഉണ്ട്. ഇവിടെ നിർത്തിയിട്ടാലോ കാര്യങ്ങളോ ആൾക്കാരൊന്നും ചോദിക്കും എത്രയായി, ഇവിടെ അടുത്ത് ഏതാ കളറൊക്കെ ഉള്ളത്, നീ എന്താ ഈ കളർ എടുത്തത്, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു ആളുകൾ. TFT ഡിസ്പ്ലേയിൽ ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പോൾ എണ്ണയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഇനി എത്ര കിലോമീറ്റർ വരെ ഇനി ഈ വണ്ടി ഓടും എന്നുള്ള രീതിയിൽ മറ്റുള്ള വണ്ടിയിലൊക്കെ കാണാറുണ്ട്. ആ ഒരു കാര്യം ഇതിലില്ല. അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു നെഗറ്റീവ് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഇനിയുള്ള രീതിയിൽ അത് അപ്ഡേഷനായി വരുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ ഹെൽമെറ്റ് വെക്കുന്ന ഇതിൻ്റെ സ്റ്റോറേജ് കാരണം എന്ന് വെച്ചാൽ ഒരു ഹെൽമെറ്റ് കറക്റ്റ് ചില സൈസുള്ള ഹെൽമെറ്റൊന്നും ഇതിൽ സ്യൂട്ടബിൾ അല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് സീറ്റ് അടക്കുന്ന സമയത്ത് കറക്റ്റ് ലെവലില്ലാണ്ട് അടക്കുന്ന പോലെയുണ്ട്. കാരണം നമ്മൾ ആ ഒരു ഹെൽമെറ്റിൻ്റെ മേലെ സീറ്റ് താങ്ങിപ്പിടിച്ച് നിൽക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു സാധാരണ ഒരു ഹെൽമെറ്റ് വെക്കാൻ തന്നെ അതിൽ പറ്റുന്നില്ല. ചില ഹെൽമെറ്റ് തിരിച്ചും മറിച്ചൊക്കെ വെച്ചിട്ടാണ് ഞാൻ അതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ എനിക്കൊരു നെഗറ്റീവ് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒട്ടുമിക്ക എൻ്റെ കയ്യിൽ ഒരു 3-4 ഹെൽമെറ്റ് ഉണ്ട്. ഞാനത് പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് നോക്കിയിട്ടും എനിക്കത് ലെവൽ കിട്ടുന്നില്ല. ഹെൽമെറ്റ് സ്റ്റോറേജിൻ്റെ ഉള്ളിൽ ആ ഒരു ഹെൽമെറ്റ് വെക്കുന്ന സമയത്ത് ശരിക്കും അത് അറിയുന്നുണ്ട്, അടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലെ LED ഇൻഡിക്കേറ്റർ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നല്ല ആ ഒരു ദൂരത്തു നിന്നൊക്കെ ഡ്രൈവ് ചെയ്ത് വരുന്ന ആളുകൾക്ക് ഉച്ച സമയത്തൊക്കെ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. അത് എനിക്കൊരു ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു ഈ ഡിസൈന് കുറച്ചൊരു ക്ലിയർ കുറഞ്ഞോന്നൊരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊരു ചെറിയ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ പിറകിൽ അത്യാവശ്യം നോർമലി ഒരു സൈസിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു സീറ്റ് തികയാത്ത പോലെ തോന്നാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്തുള്ള അടിപൊളിയാണ് പിറകിലിരിക്കുന്നത്. യാത്ര ചെയ്യുന്നവർക്കൊക്കെ സൂപ്പർ തന്നെയാണ്. പക്ഷേങ്കിൽ പിറകിലിരിക്കുമ്പോൾ ആ ഒരു മിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പിറകു വശം ഇരുന്നിട്ടും ആ ഒരു സീറ്റ് തികയാത്ത പോലെ. അപ്പോൾ പുറത്തേക്കാണ് നമ്മൾ പകുതി ഭാഗം ഇരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പിറകു വശം തിരിച്ചു പോകുന്ന ഒരു ഫീലും ഉണ്ടായിട്ടുണ്ട് ലോങ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. അതൊരു മിസ്കംഫേർട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ രാത്രി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആ വെളിച്ചം സാധാരണ നോർമൽ ലൈറ്റിൽ തന്നെ നല്ല വെളിച്ചമുണ്ട്. അത് ബ്രൈറ്റും കൂടി ആയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. സൂപ്പർ തന്നെയാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. രാത്രി നമുക്ക് അടിപൊളിയായിട്ട് കംഫേർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രി ഇത് വരുന്ന കാണുന്ന തന്നെ വേറെ തന്നെ ഒരു ലുക്ക് തന്നെയാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. ഇനി ഇതിന് എത്ര ഓൺ റോഡ് പ്രൈസ് ആവുന്നുണ്ട് എന്നാണ്. ഞാനിത് എടുക്കുന്ന സമയത്ത് ഏകദേശം 1,50,000 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തത് TFT ഡിസ്പ്ലേ വരുന്ന ആ ഒരു വേരിയൻ്റാണ്. അതാണ് ഫുൾ വേരിയൻറ്റ്. അപ്പോൾ റൈസിൻ റെഡ് എന്ന് പറയുന്ന കളറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഷോറൂമിൽ വിളിച്ച് അതിൻ്റെ ഇപ്പോഴുള്ള നിലവിലുള്ള പ്രൈസൊക്കെ അന്വേഷിച്ച് അതാത് ഷോറൂമിൽ അതാത് ഓഫറൊക്കെ കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ലേഡീസിന് അനുയോജ്യമായ വണ്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് പലരും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ലേഡീസിനും ജെൻസിനും എല്ലാവർക്കും ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കും ഇത് നിഷ്പ്രയാസം ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്. ചെറിയൊരു പവറുണ്ട് എന്നല്ലാതെ വണ്ടി സാധാരണ വലിയ വൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിക്ക്. സാധാരണ നോർമൽ നമ്മൾ പല വണ്ടികൾ ഓടിക്കുന്നത് അതുപോലെ തന്നെയുള്ളൊരു വണ്ടിയാണ്. കാരണം ചില ആളുകൾ ഇതിൻ്റെ ഡിസൈനും ഇത് 150 cc ഉണ്ട്, ഇത് ഭയങ്കര ടോർക്ക് ഉണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ലേഡീസിന് ഓടിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ പ്രായമുള്ള ആളുകൾക്ക് പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രശ്നവുമില്ല, സൂപ്പറായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുന്നൊരു വണ്ടി. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അത് അനുസരിച്ച് നെക്സ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതല്ല അത് നോർമലായിട്ടുള്ള സംശയങ്ങളോ കാര്യങ്ങളാണെങ്കിൽ അത് ഞാൻ റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.